السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله. صدق الله العظيم. وقال النبي صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه، أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഉലമാക്കളെ, ഉസ്താദന്മാരെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടിനെ പൂർണ്ണമായി കബൂലാക്കുമാറാകട്ടെ. ഇവിടെ സമ്മേളിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറ് ബറക്കാത്തുകളും അവരുടെ ജീവിതത്തിൽ നൽകി ആഫിയത്തോടെ, സിഹത്തോടെ, സലാമത്തോടെ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ദീർഘായുസ് നൽകി ഈമാനോടുകൂടി മരണപ്പെടാനും എല്ലാവർക്കും മുൻഗാമികളായ മഹാന്മാരോടൊപ്പം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മളുടെ കുടുംബാദികളോടൊപ്പം കാരണവന്മാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് വിഷയമാണ് ഇന്നിവിടെ ഈ മജ്‌ലിസ് സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ആ രണ്ട് വിഷയവും പൂർത്തിയായി കഴിഞ്ഞു. ഹജ്ജിനെ സംബന്ധിച്ച് വിശദമായ നിലയിൽ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കപ്പെട്ടു. ഏകദേശം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ പൂർത്തീകരണമായിരുന്നു. അതും ഇവിടെ നടന്നു കഴിഞ്ഞു. പിന്നെ ഇനി ഈ വിഷയത്തെക്കുറിച്ച്, ഇത് രണ്ടിനെക്കുറിച്ചും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ, രാവിലെ മുതൽ ദീർഘനേരമായി ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഇനിയും ഒരു ദീർഘമായ സമയം പിടിച്ചിരുത്തുക എന്നുള്ളത് ഒരു യോജിച്ചതായി ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാനുള്ള സന്ദർഭമോ സമയമോ അല്ല ഇത്. കൂട്ടത്തിൽ ളുഹറിന് സമയമായി, ഇനി വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ എന്ന് സംഘാടകർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അത് ഓതി പൂർത്തിയാക്കിയവരും അവരെ ഓതി പഠിപ്പിച്ച് പൂർത്തീകരിച്ചവരുമായ ഉസ്താദന്മാർ, മുതഅല്ലിമീങ്ങൾ, ഹാഫിളീങ്ങളുടെ ഒരു നിരയാണ് നമ്മളുടെ മുമ്പിലുള്ളത്. നമ്മളെല്ലാവരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരേക്കാളും ശ്രേഷ്ഠരും ഉത്തമരും നല്ലവരും ഈ ഇരിക്കുന്ന ആളുകളാണ്. ഖുർആൻ പഠിച്ചു പൂർത്തിയാക്കിയ ഈ 10 ഹാഫിളീങ്ങളും അവരെ പഠിപ്പിച്ച് ഖുർആൻ പൂർത്തീകരിച്ച നമ്മളുടെ മുമ്പിലിരിക്കുന്ന 4 ഉസ്താദന്മാരുമാണ്.
അപ്പം നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ഗുണങ്ങളും പലതരത്തിലുള്ള സ്ഥാനങ്ങളും മഹത്വങ്ങളും എല്ലാമുണ്ട്. നമ്മൾക്കെല്ലാം ഒരുപാട് പദവി ഓരോരോ സ്ഥലത്തും ഉള്ളവരാണ്. പക്ഷെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു, നിങ്ങളീ കൂടിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉത്തമരെന്ന് പറയാൻ യോഗ്യർ ഇവരാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് ഏറ്റവും ഉത്തമർ. അഥവാ പരിശുദ്ധമായ ഖുർആൻ ഷരീഫുമായി ബന്ധപ്പെടാൻ ആർക്ക് ഭാഗ്യം സിദ്ധിച്ചോ അവരാണ് എവിടെ കൂടിയാലും ആ കൂടുന്ന കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായിരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ പഠിക്കുകയും ഖുർആൻ മനഃപ്പാഠമാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അത് എല്ലാ സംഘത്തോടുമാണ്. ഖിയാമത്ത് നാൾ വരെ എവിടെ ഏത് മജ്‌ലിസ് കൂടുന്നോ ആ മജ്‌ലിസ് കൂടുന്നതിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂട്ടത്തിൽ അവരായിരിക്കും ഉത്തമർ. അവരെക്കാൾ സ്ഥാനം മറ്റാർക്കും കൽപ്പിക്കാനില്ല. ഇന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പൂർത്തിയാക്കിയ ഈ ഹാഫിളീങ്ങൾ വലിയ സന്തോഷവാന്മാരാണ്. അവർക്ക് വലിയ ഭാഗ്യം സിദ്ധിച്ചു എന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും ഉയർന്ന സൗഭാഗ്യമാണ്. അതുപോലെ ഇവരെ പഠിപ്പിച്ച് പൂർത്തിയാക്കിയ ഉസ്താദന്മാർ അതിനേക്കാൾ വലിയ സന്തുഷ്ടരാണ്. കാരണം അവർ സ്വയം എല്ലാവരുടെ മുമ്പിലും മഹത്വമുള്ളവരും മാനിക്കപ്പെടേണ്ടവരും ഉത്തമന്മാരുമാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം അവരുടെ ഭൗതികമായ പാരത്രികമായ ജീവിതത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണമായി ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പൂർത്തീകരിച്ചു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്തതിനെ അവർ സ്വയം കണക്കാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. നാളെ ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായി അവർ അതിനെ കണക്കാക്കുകയും ചെയ്യും. ആ നിലയിൽ ഞങ്ങൾക്കെന്തോ വലിയ സമ്പത്ത് ആഖിറത്തിലേക്ക് സ്വരൂപിക്കാൻ സാധിച്ചല്ലോ എന്ന സന്തോഷത്തിലാണ് അവർ. ഈ രണ്ടുപേരുടെ കൂട്ടത്തിൽ സന്തോഷിക്കുന്ന, ഇതേ സന്തോഷത്തിൽ പങ്കെടുക്കുന്ന, യഥാർത്ഥത്തിൽ എല്ലാ നിലയിലും ഉയർന്ന തരത്തിൽ സന്തോഷിക്കാൻ യോഗ്യതയുള്ള ഒരു വിഭാഗം കൂടി നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അവരാണ് ഈ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കൾ. ഈ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇന്ന് അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ദിവസമാണ്. ലോകത്ത് പലതരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ മാതാപിതാക്കൾ സന്തോഷിക്കാറുണ്ട്. മക്കൾക്കുണ്ടാകുന്ന നേട്ടം കണ്ട് സന്തോഷിക്കാറുണ്ട്. മക്കൾ പഠിച്ച് വലുതായി അവർക്ക് കൂടുതൽ നേട്ടം കിട്ടുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കാറുണ്ട്. എവിടെ മുതൽ സന്തോഷിക്കാറുണ്ട്? ഒരു കുട്ടിയെ നഴ്സറിയിൽ അയച്ചു, അംഗൻവാടിയിൽ അയച്ചു. നഴ്സറിയിൽ പരീക്ഷ നടത്തിയപ്പോൾ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പരിപാടി, കലാപരിപാടികളോ സ്പോർട്സോ എന്തെങ്കിലുമെല്ലാം സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ നമ്മളുടെ കുഞ്ഞ് 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് വിജയം നേടി ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കിയാൽ ആ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമാണ്. സന്തോഷിക്കാം, അവകാശമുണ്ട്, സന്തോഷിക്കേണ്ട കാര്യവുമാണ്, സന്തോഷിക്കാവുന്നതാണ്, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ആ സന്തോഷം എത്ര നാൾ നിലനിൽക്കുമെന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കും. അല്പനേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ ആ സന്തോഷം. കാരണം ആ കുട്ടി ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ പിന്നെ പഠിച്ച് SSLC എഴുതുമ്പോൾ വലിയ മാർക്ക് വാങ്ങി, ഗ്രേഡ് ഉയർന്നതായിരുന്നു, ഉയർന്ന മാർക്കോടുകൂടി നേടി അടുത്ത തുടർ പഠനത്തിനുള്ള പ്രവേശനത്തിന് ഏറ്റവും ഉയർന്ന യോഗ്യതയുള്ള മാർക്കാണ് കിട്ടിയതെങ്കിൽ ഭയങ്കരമായ സന്തോഷമായിരിക്കും. കുടുംബത്തിൽ മുഴുവൻ സന്തോഷമായിരിക്കും. കുടുംബക്കാരെ മുഴുവനും, ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും അയൽവാസികളെയും എല്ലാവരെയും വിളിച്ച് ആ സന്തോഷം പങ്കിടും. ചിലപ്പോൾ അവർ വീട്ടിൽ വലിയ സദ്യ നടത്തി ഇവരെയെല്ലാം സ്വീകരിച്ച് സന്തോഷം പങ്കിടാറുണ്ട്. ആ കുട്ടിക്കും വലിയ സന്തോഷമായിരിക്കും. പിന്നെ അതിനപ്പുറത്തേക്കുള്ള മേഖലകളിൽ വിജയം വരിച്ചു, പിന്നെ ഏതെങ്കിലും കോഴ്സുകൾ പൂർത്തിയാക്കി, ഏതെങ്കിലും ഡിഗ്രികൾ നേടി, പിന്നെ ഉപരിപഠനം നടത്തി എൻജിനീയറായി, ഡോക്ടറായി, വലിയ ഒരു ജോലി നേടാൻ പാകത്തിനുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ, ഡിഗ്രികൾ കരസ്ഥമാക്കി.
അങ്ങേയറ്റം വലിയ IAS എഴുതി പാസ്സായി. ഇതൊക്കെ പാസ്സായാൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന സന്തോഷം ചിലപ്പോൾ നാട്ടുകാർക്ക് വരെ സന്തോഷമുണ്ടാകാറുണ്ട്. നമ്മൾ കാണാറുണ്ട് SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് വലിയ നാട്ടിൽ മുഴുവനും വലിയ ആളുകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് അനുമോദനം നൽകുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. വലിയ ഫ്ലക്സുകളൊക്കെ വെച്ച് ഫോട്ടോ വെച്ച് ഇങ്ങനെ എല്ലാ സ്ഥലത്തും വെച്ചേക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും എഞ്ചിനീയറിംഗ് പാസ്സായി അല്ലെങ്കിൽ IAS പാസ്സായി ഡോക്ടറായി ഇവരെയെല്ലാം സ്വീകരിക്കാനും അനുമോദിക്കാനും വേണ്ടിയുള്ള വലിയ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പൂർത്തിയാക്കിയ ഹാഫിളീങ്ങളാണ്. ഈ ഹാഫിളീങ്ങൾക്ക് ഇവിടെ അനുമോദനം കൊടുത്തു, ഇവിടെ അവരെ സ്വീകരിച്ചു, എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ ഇവരെ പരിചയപ്പെടുത്തി ഖുർആൻ പൂർത്തീകരിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുട്ടികളിൽ ആരെയെങ്കിലും ഇവരുടെ നാടുകളിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സദസ്സ് വെച്ച് അനുമോദിക്കാറുണ്ടോ? കുറഞ്ഞ പക്ഷം നമ്മളുടെ ഈ കുട്ടികൾ പഠിച്ചു വന്ന മഹല്ലുകളിൽ അവരുടെ മഹല്ലിലെ മസ്ജിദിലെങ്കിലും ഒരു കൂട്ടവും വേണ്ട, ഒരു വെള്ളിയാഴ്ച ജുമാ സമയത്തെങ്കിലും ഈ കുട്ടികളെ പരിചയപ്പെടുത്തുകയും ഇവർ ഹിഫ്ള് പൂർത്തിയാക്കിയവരാണ് എന്ന് ഇവരെ വന്ന് ആദരിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ വെളിവാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ ആരുടെയെങ്കിലും ഇടയിലുണ്ടോ? കാണാറില്ല സാധാരണ. അഥവാ ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ വളരെ അപൂർവമാണ്. അന്നാദുറുക്കൽ മാധു. കാരണം അതിൻ്റെ വില നമുക്ക് അത്രയേ ഉള്ളൂ. ഒരു നഴ്സറിയിൽ ഒരു കുഞ്ഞ് ജയിച്ച് പാസ്സായി വലുതായി വരുന്നതിൻ്റെ വില പോലും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് മനഃപ്പാടമാക്കിയ കുട്ടികളോട് നമുക്ക് കാണിക്കാൻ തോന്നുന്നില്ല, നമുക്ക് മനസ്സ് വരുന്നില്ല, നമ്മൾ ആ നിലയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ശരി, ആരെയെല്ലാം കൂട്ടിയാലും ശരി, എന്ത് കാര്യത്തിന് എവിടെ ആര് സമ്മേളിച്ചാലും ശരി, ഏത് സമ്മേളനത്തിലും ഏത് കൂട്ടത്തിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിച്ച ഈ ഹാഫിളീങ്ങളാണ്. ഇവരെ വെല്ലാൻ ആർക്കും സാധ്യമല്ല. അപ്പം ഇവരെക്കുറിച്ചുള്ള സന്തോഷം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ബാക്കിയുള്ള എല്ലാ സന്തോഷവും എത്ര നേരം നിലനിൽക്കും? അങ്ങേയറ്റം ഏറ്റവും കൂടിയാൽ ഈ ഭൗതിക ലോകത്ത് മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാകും അവർ മരിക്കുന്നത് വരെ. ഇന്നത്തെ കാലം വളരെ മോശമായ കാലമാണ്. മക്കളെ കഷ്ടപ്പെട്ട് വളരെ പാടുപെട്ട് അധ്വാനിച്ച് പട്ടിണി കിടന്ന് മാതാപിതാക്കൾ വീടും കിടപ്പിടവും പണയം വെച്ച് അതിനെ അല്ലെങ്കിൽ വിറ്റ് കാശുണ്ടാക്കി മക്കളെ പഠിപ്പിച്ച് ഡോക്ടറും എഞ്ചിനീയറുമാക്കും. അവസാനം ഈ പഠിച്ചു വരുന്ന ഡോക്ടറും എഞ്ചിനീയറും അവരുണ്ടാക്കുന്ന കാശ് കൊണ്ട് നല്ല വീട് വെച്ചിട്ട് ഈ മാതാപിതാക്കളെ അടിച്ചു പുറത്താക്കും. നിവൃത്തിയില്ലാതെ വന്നാൽ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കി മാസം തോറും ശമ്പളം തന്നേക്കാം, കാശ് തന്നേക്കാമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കും. ഇവരുടെ വീട്ടിൽ കിടത്തൂല, ഇവർ നോക്കൂല, ഇവരുടെ വാഹനത്തിൽ കയറ്റൂല. ബാപ്പ നടന്നു പോകുന്നു, ചന്തയിൽ നിന്ന് സാധനം വാങ്ങിച്ച് തൂക്കിപ്പിടിച്ചുകൊണ്ട് ഡോക്ടർ കാറിൽ പുറകെ വരുമ്പോൾ ഡോക്ടർ കാർ ഓടിച്ചു പോകും. ഈ കെട്ടുമായിട്ട് ബാപ്പായെ കയറ്റൂല. കാരണം വേർത്ത് കുളിച്ചു വരുന്ന ബാപ്പായെ എങ്ങനെ ഈ AC കാറിൽ കയറ്റിക്കൊണ്ടുപോകും? കാറ് നാറുകയല്ലേ, കാറ് പിന്നെ കഴുകേണ്ടി വരും, പോകും. അതാണ് ഇന്നത്തെ കാലം. ഇന്ന് മാതാപിതാക്കളെ ആ നിലയിൽ അവഗണിക്കുന്ന കാലമാണ്. അപ്പം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാലും അവർക്ക് പ്രയോജനം ഈ ഭൗതിക ലോകത്ത് പോലും ഉണ്ടാകണമെന്നില്ല. മക്കളെ പഠിപ്പിക്കുന്നു, പെൺമക്കളെയെല്ലാം പഠിപ്പിക്കുന്നില്ലേ? പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി, ഡോക്ടറാക്കി, വലിയ പ്രൊഫസറാക്കി ഒക്കെ വിടുന്നു. വിട്ടിട്ടെന്താ പ്രയോജനം? അവരധ്വാനിച്ച് കഷ്ടപ്പെട്ട് പാടുപെട്ട് പഞ്ഞം കിടന്നുണ്ടാക്കി കൊടുത്ത കാശ് കൊണ്ട് പഠിപ്പിച്ചവരെ വിട്ടു. അവരും അവരുടെ ഭർത്താവും മക്കളുമായിട്ട് ജീവിക്കുന്ന ഈ മാതാപിതാക്കളെ തിരിഞ്ഞുപോലും നോക്കില്ല. അതാണ് ഇന്നത്തെ കാലം. അപ്പോൾ ചുരുക്കത്തിൽ ഇനി നോക്കിയാൽ തന്നെ ഈ ഭൗതിക ലോകത്ത് മരണം വരെയാണ് പ്രയോജനം. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, മൂന്നാമത്തെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്ന്. ഈ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കൾ, ഇവർക്ക് പൂർണ്ണമായ നിലയിലും സന്തോഷിക്കാനുള്ള യോഗ്യതയും അവകാശവുമുണ്ട് ഇപ്പോൾ. കാരണം ഈ കുഞ്ഞുങ്ങൾ ഹാഫിളായതിൻ്റെ പേരിൽ ഇവർ ജീവിച്ചിരിക്കുന്ന കാലത്തോ മരിക്കുന്ന സമയത്തോ ഇവരുടെ ഖബറിലോ മാത്രമല്ല ഇതിൻ്റെ ഗുണവും നേട്ടവും അവർക്കുണ്ടാവുക. ലോകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന കാലം ഖിയാമത്ത് നാളിൽ ജനിക്കുന്ന മനുഷ്യൻ വരെയുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ ഈ മക്കളുടെ മാതാപിതാക്കൾ ബാപ്പായും ഉമ്മായും തലയിൽ രാജാക്കന്മാരെ പോലെ സൂര്യനേക്കാൾ തേജസ്സുള്ള തിളങ്ങുന്ന കിരീടവും അണിഞ്ഞ് നാളെ മഹ്ശറയിൽ വരും. അവിടെയാണ് അവരുടെ സന്തോഷം.
സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു, മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി വൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ ലൗഹു അഹ്സനു മിൻ ലൗഇശ് ശംസി ലൗ കാനത് ഫീ ബുയൂതികും ഫമാ ളന്നുകും ബില്ലദീ യഅമലു ബി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഷരീഫ് മനപ്പാഠമാക്കി പഠിക്കുകയും ആ ഖുർആൻ ഷരീഫിനെ കുറിച്ച് അറിയുകയും അതിൻ്റെ ഇൽമുകളെ മനസ്സിലാക്കുകയും ചെയ്ത് തൻ്റെ ജീവിതത്തിൽ അതിനെ പകർത്തി മറ്റുള്ളവരിൽ പ്രചരിപ്പിച്ച് ജീവിച്ച ഒരു ഹാഫിള്, ഒരു ആലിമ് നാളെ മഹ്ശറയിൽ വരുമ്പോൾ ഇവൻ്റെ മാതാപിതാക്കൾ വരും അവരുടെ തലയിൽ കിരീടമണിഞ്ഞവരായ നിലയിൽ. ഈ സന്തോഷം എവിടെ കിട്ടും? ലോകത്തെ ഏത് നേട്ടം കൊണ്ട് കിട്ടും? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴോ കൂടിക്കോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ, യോഗ്യതയുള്ളവർ, ശ്രേഷ്ഠന്മാർ ഈ ഖുർആൻ പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ്, ഖുർആനുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത്. അവർക്കാണ് സ്ഥാനം. കാരണം ഇവർ കാരണമായി ഇവരുടെ മാതാപിതാക്കൾ പോലും മഹ്ശറയിൽ വലിയ സ്ഥാനമുള്ളവരായി ആളുകളുടെ മുമ്പിൽ വലിയ വിലയുള്ളവരായിട്ട് വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയവർ വലിയ സൗഭാഗ്യവാന്മാരാണ്. ആ സൗഭാഗ്യത്തിലേക്കാണ് ഈ സ്ഥാപനം നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, 10 പേര് ഹാഫിളായി, ഇതിൽ 5 പേരും കാരാളി ഉണർത്തുകാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ഭാഗ്യമാണ്. സാധാരണ നിലയിൽ പല മദ്രസകളും കാണാറുണ്ട്, മദ്രസയിൽ നിന്ന് ഹാഫിളായി ഫാരിഗായി പോകുന്നവരുടെയൊക്കെ പേരുകൾ വായിക്കുകയും അനുമോദനം നൽകുകയൊക്കെ ചെയ്യുന്ന ധാരാളം സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ നാട്ടുകാരായ ഒരാളുടെ പോലും പേര് വായിക്കുന്നത് കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. എല്ലാം വെളിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും വന്ന വിദേശികളായിരിക്കും. സ്ഥാപനം നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് പ്രയോജനമെടുക്കുന്നത് മുഴുവൻ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ. നാടിന് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ പേര് വിളിക്കുന്ന കേട്ടപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, 10 പേര് ഹാഫിളായതിൽ 5 പേരും കാരാളി ഉണർത്തുകയാണ്. അപ്പോൾ ഈ നാട്ടിന് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്, നാട്ടുകാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. അല്ലാഹു തആല ഈ നാട്ടുകാർക്ക് കൂടുതൽ കൂടുതൽ ഇത് മുഖേന പ്രയോജനമെടുക്കാൻ ഭാഗ്യം നൽകട്ടെ. നാടിന് മുഴുവനും ഗുണമാകുന്ന പ്രകാശം പരത്തുന്ന സ്ഥാപനമായി അല്ലാഹു തആല ഇതിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. എല്ലാ സ്ഥലത്തേക്കും ഇത് പ്രയോജനപ്പെടണം. എല്ലാ നാടുകളിൽ നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായി വന്നിവിടെ ഇൽമു പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും ചെയ്യണം. അത് നല്ലതാണ്, അത് ആഗ്രഹമാണ്. അത് വേണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ നാട്ടുകാർ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ തെളിവ് നമുക്ക് ബാഹ്യമായ നിലയിൽ തന്നെ കാണാൻ സാധിക്കുന്നു. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഈ നാട്ടിൽ 5 പേര് ഇപ്പം ഹാഫിളായപ്പം ഈ നാട്ടുകാരായ 10 പേര്, ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നാളെ മഹ്ശറയിൽ കിരീടമണിഞ്ഞു വരും. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് പഠിച്ചതിൻ്റെയോ ഇതിന് ശേഷം പഠിക്കാൻ ഖിയാമത്ത് നാൾ വരെ പോകുന്ന ആളുകളുടെയോ ഒന്നും കാര്യമല്ല പറഞ്ഞത്. ഈ 5 പേരുണ്ടെങ്കിൽ ഇവരുടെ മാതാപിതാക്കൾ 10 പേര് നാളെ മഹ്ശറയിൽ വരും. അഥവാ കാരാളി കോണത്തുകാർ 10 പേര് രാജാക്കന്മാരെ പോലെ കിരീടമണിഞ്ഞ് നാളെ മഹ്ശറയിൽ വന്നാൽ അവിടെ ചർച്ചയാകും. അത് ആരാണിവർ, ഇവരെക്കുറിച്ച് അന്വേഷിക്കപ്പെടും. അങ്ങനെ 100 പേര് പഠിച്ചു വന്ന 200 പേര് കിരീടവും വെച്ച് വരും. കാരാളി കോണം തന്നെ മഹ്ശറയിൽ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. എല്ലാവരും ശ്രദ്ധിക്കും, ഇത് ആരാണ്, എവിടത്തുകാരാണ്, ഏത് നാട്ടുകാരാണ്, ഏത് സ്ഥാപനത്തിലാണ് ഈ മക്കളെല്ലാം പഠിച്ചത്. ഇത്രയും കാരണവന്മാർ, രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ കിരീടവും അണിഞ്ഞു വരാൻ. കൂട്ടത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമാണോ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഖുർആൻ ഷരീഫ് പഠിച്ച് ഹാഫിളായി മനപ്പാടമാക്കി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൽപ്പെട്ട 10 പേരെ, ചില റിവായത്തുകളിൽ 40 പേരെ എന്നും വരുന്നുണ്ട്. നരകത്തിലേക്ക് തീരുമാനിക്കപ്പെട്ട 40 ആളുകളെ അവൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ കൈപിടിച്ച് അള്ളാഹുവിനടുക്കൽ ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഹാഫിളായാൽ മാതാപിതാക്കൾ രക്ഷപ്പെട്ടു, ആ കുടുംബത്തിൽ അവനുമായി ബന്ധപ്പെട്ട അവൻ്റെ അടുത്ത ബന്ധുക്കൾ രക്ഷപ്പെട്ടു. അവർ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ, പാപങ്ങളുടെ പേരിൽ തെറ്റ് ചെയ്തവരായിരിക്കാം. പക്ഷേ ഈ ബന്ധത്തിൻ്റെ പേരിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള അവകാശം അല്ലാഹു തആല ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇതെന്തുകൊണ്ട് കിട്ടും? ലോകത്ത് വേറെ ഏത് നേട്ടം കൊണ്ട്, ഏത് സ്ഥാനം കൊണ്ട്, ഏത് വിദ്യ കൊണ്ട്, ഏത് ഡിഗ്രി കൊണ്ടാണ് ഇത് നേടാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഭൗതികമായ നേട്ടങ്ങൾ നല്ലതാണ്. ഭൗതികമായ നിലയിലുള്ള വിദ്യാഭ്യാസത്തിനോ ഡിഗ്രികൾ നേടുന്നതിനോ ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടുന്നതിനോ ഒന്നും തടസ്സമല്ല പരിശുദ്ധമായ ഖുർആൻ ഷരീഫ്. പക്ഷേ നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനോടുള്ള ബന്ധം വേണം.
ദീനിയായ ബന്ധം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഭൗതികമായ നേട്ടം നേടാൻ. നമ്മളെ മക്കളെ എത്രയും ഉയർത്തിക്കോളീൻ, ഭൗതികമായ ഏത് നേട്ടവും അവർക്ക് നേടിക്കൊടുത്തോളീൻ, അതിനുവേണ്ടി ശ്രമിച്ചോളീൻ. അതൊന്നും തെറ്റല്ല, കുറ്റമല്ല, മോശമല്ല, ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്, ഉയരേണ്ടതാണ്. നാം ഒരിക്കലും താഴ്ന്നു നിൽക്കേണ്ടവരല്ല, എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടവരാണ്. എല്ലാ രംഗത്തും നാം ഉയരേണ്ടവരാണ്. ഭൗതിക ലോകത്താണെങ്കിൽ പോലും അവിടെയും എല്ലാ സ്ഥാനങ്ങളിലും നമ്മൾ ഉയർന്ന നിലവാരം പുലർത്തേണ്ടവരാണ്, ഒരിക്കലും താഴേണ്ടവരല്ല. ആ താഴ്ച നമുക്ക് വരാതിരിക്കണമെങ്കിൽ, നമ്മൾ ഉയർന്നു നിൽക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെയും കൂടെ നമ്മൾ മുറുകെ പിടിക്കണം. അതിനെ വലത് കൈയിൽ മുറുകെ പിടിക്കണം. എന്നിട്ട് ഭൗതികമായ നേട്ടങ്ങളെ ഇടത് കൈയിലും പിടിച്ചാൽ നമ്മൾ ദുന്യാവിലും ഉയർന്നവരാകും, ആഖിറത്തിലും നമ്മൾ ഉയർന്നവരാകും. അല്ലാതെ ഇന്ന് സാധാരണ നിലയിൽ എല്ലാവരുടെയും, നമ്മളിൽ പെട്ട ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ നിന്നൊരു ധാരണ, ദീനിൻ്റെ ഇൽമ എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ആരോ ചില ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട, സംവരണം ചെയ്യപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. ആലിമീങ്ങൾ, മദ്രസയിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഖുർആൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ ആദ്യം എന്താ ചോദിക്കുക? ഒരു കുട്ടിയെ കണ്ടാൽ ആദ്യം ചോദിക്കും, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കും. മുമ്പൊരു കാലമുണ്ടായിരുന്നു, എത്രാം ക്ലാസ്സിലാണ് മദ്രസയിൽ ഓതുന്നത് എന്ന് ചോദിക്കുമായിരുന്നു ആദ്യം. അതിനുശേഷമാണ് സ്കൂളിൻ്റെ കാര്യം ചോദിക്കുന്നത്. ഇപ്പം നേരെ തിരിഞ്ഞുപോയി. ഇപ്പം ആദ്യം കണ്ടാൽ ചോദിക്കും, മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് കോഴ്സിനാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കും. അതാണിപ്പോൾ നമ്മൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പിന്നെ ചിലപ്പം മദ്രസയുടെയോ ഖുർആനിൻ്റെ കാര്യം ചോദിക്കും, അധികവും ചോദിക്കാറുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ കാര്യങ്ങൾ നേരെ തലതിരിഞ്ഞു വരും. അൻ തലിദൽ അമതു റബ്ബതഹ. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ചോദിച്ചവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ് തലതിരിഞ്ഞു വരും. അപ്പോൾ നേരത്തെ ദീനിയായ കാര്യത്തെക്കുറിച്ച് ചോദിക്കും, അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു, അടുത്തത് ദുന്യാവിനെക്കുറിച്ച് ചോദിക്കും. ഇപ്പം നേരെ തിരിഞ്ഞു, ആദ്യം ദുന്യാവിനെക്കുറിച്ച് ചോദിക്കും, പിന്നെ ദീനിനെക്കുറിച്ച് സൗകര്യമുണ്ടെങ്കിൽ ചോദിച്ചു, ഇത്രയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പം നമ്മളിൽ ഏറ്റവും ഉയർന്ന നേട്ടം മാതാപിതാക്കൾക്ക്, കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്ക്, സ്വന്തം പഠിക്കുന്നവർക്ക്, പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നിലയിലുള്ള ഉയർച്ചയും മഹത്വവും നേടിത്തരുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ്. അതുകൊണ്ട് അതുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക എന്നുള്ളത് നാം എല്ലാവരുടെയും ആവശ്യമാണ്. ആ ബന്ധം നിലനിർത്താനാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കേണ്ടത്, നടത്തേണ്ടത്, അതിനെ സഹായിക്കേണ്ടത്, അതുമായി സഹകരിക്കേണ്ടത്. അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നായി ശ്രമിക്കേണ്ടത് ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ്. ആ ബന്ധം നിലനിർന്നാലേ ഉള്ളൂ അള്ളാഹുവും നമ്മളുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുകയുള്ളൂ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളിലേക്ക് വർഷിക്കാൻ കാരണമാകുന്നത്. ഈ മക്കൾ നമ്മളെ ഓതി കേൾപ്പിച്ചു ഖുർആനിൻ്റെ ചില ആയത്തുകൾ. അത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല. എപ്പോഴെങ്കിലും സന്ദർഭമുണ്ടാകും ഇൻഷാ അല്ലാഹ് കൂടുതൽ പറയണമെങ്കിൽ പറയാം. പിന്നെ ഹജ്ജിൻ്റെ ക്ലാസ് രാവിലെ മുതൽ നടന്നു. ഹജ്ജിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇന്ന് എല്ലാ സ്ഥലത്തും ധാരാളമായ നിലയിൽ ഹജ്ജിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. മുമ്പൊക്കെ ഹജ്ജിന് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ്, റമളാനിന് ശേഷം, പെരുന്നാളെല്ലാം കഴിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെയാണ് എവിടെയെങ്കിലും ഒരു ഹജ്ജ് ക്ലാസ്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് 6 മാസമാണ് ഹജ്ജ് ക്ലാസ്. ഹജ്ജിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഹജ്ജ് ക്ലാസ് തുടങ്ങും. എല്ലാ സ്ഥലത്തും ഹജ്ജ് ക്ലാസ്സാണ്. ഹാജിമാർ ഹജ്ജ് ക്ലാസ് കേട്ട് അവസാനം പഠിച്ചവനെ ഈ ഹജ്ജിന് എങ്ങനെ ചെയ്യും, ഇത്ര വലിയ ഭാരം അല്ലാഹു തആല നമ്മുടെ ചുമലിൽ ഏൽപ്പിച്ചല്ലോ, വലിയ ബാധ്യതയാണല്ലോ എന്ന് തോന്നിപ്പോകും. ആരും പേടിക്കണ്ട, വളരെ ലളിതമാണ് ഹജ്ജ്. വളരെ ലളിതമാണ്. നമസ്കാരം പോലെയോ നോമ്പ് പോലെയോ സക്കാത്ത് പോലെയോ ഒന്നും ഒരു പ്രയാസവുമുള്ള കാര്യമല്ല ഹജ്ജ്. ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ യാതൊരു കാര്യവും വെച്ചിട്ടില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹജ്ജിനെ കുറിച്ചുള്ള പേടി അങ്ങ് മാറ്റുക. എന്തോ വലിയ കാര്യമാണ്. ഒന്നുമില്ല ഹജ്ജിൽ എന്താ ഉള്ളത്? നടക്കണം, ഓടണം. നടക്കാൻ ആർക്കും അറിഞ്ഞുകൂടാത്തത്? ഓടാൻ ആർക്കും അറിഞ്ഞുകൂടാത്തത്? നടക്കാൻ എവിടെയെങ്കിലും നടക്കാൻ പറ്റൂല്ലെങ്കിൽ നമ്മൾ വീൽ ചെയറിൽ പോകും, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഹജ്ജിലും അങ്ങനെ തന്നെയാണ്. നടക്കേണ്ട സ്ഥലത്ത് നടക്കാൻ പറ്റില്ലാതെ വന്നാൽ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോകും. അപ്പോഴുമായി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, മതി. നടക്കാൻ ആർക്കും അറിയാത്തത്. പിന്നെ
എറിയാൻ ആർക്കാ? നമ്മൾ കൊച്ചിലേ മുതലേ മരത്തിൽ മാവിലും പ്ലാവിലും ഒക്കെ എറിഞ്ഞ് ശീലമുള്ളവരാ, എറിഞ്ഞെറിഞ്ഞ് പഠിച്ചിട്ടുള്ളവരാ. അതുകൊണ്ട് എറിയാൻ അറിയാത്തവരായിട്ട് ആരുമില്ല. അവിടെ വലിയ ഏറൊന്നുമില്ല. മാങ്ങ എറിഞ്ഞ് വീഴിക്കേണ്ടതോ തേങ്ങ എറിഞ്ഞ് വീഴിക്കേണ്ട കാര്യമോ അത്ര ശക്തിയായിട്ട് ആരെങ്കിലും എറിഞ്ഞ് കൊല്ലേണ്ടതോ വല്ല കോഴിയെയോ പൂച്ചയോ ഒക്കെ എറിഞ്ഞ് ഓടിക്കേണ്ടതോ പട്ടി എറിയുന്നതും ആരും എറിയേണ്ടതോ ഒന്നുമില്ല. വെറുതെ ഇറക്കി ഇട്ടാൽ മതി, അത്രയേറെ ഉള്ളൂ. ഇതാർക്കാ അറിഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൽ വെച്ചിട്ടുള്ളൂ. ഹജ്ജിനെ കുറിച്ചുള്ള പേടി തന്നെ ആദ്യം നമ്മൾ മാറ്റണം. അങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്താ ഹജ്ജ്? ചില പ്രത്യേക നിശ്ചയിക്കപ്പെട്ട സമയത്ത്, നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത്, നിശ്ചയിക്കപ്പെട്ട കൃത്യമായ ദിവസങ്ങളിൽ, സമയങ്ങളിൽ നിർവഹിക്കുന്ന കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. ഹജ്ജിൻ്റെ കാര്യം അതാണ്. എപ്പോഴും ചെയ്യാൻ പറ്റൂല, അതിന് പ്രത്യേക സമയമുണ്ട്. അൽ ഹജ്ജു അശ്ഹുറും മാലൂമാത്ത്. എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റുകയില്ല. അത് കഅബയിൽ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും മക്കയിൽ പോയിട്ട് വന്നാൽ ഹജ്ജാകൂല, ഹറമിൽ പോയിട്ട് വന്നാൽ ഹജ്ജാകൂല. കഅബയുടെ മുമ്പിൽ തന്നെ ചെയ്യണം, അപ്പോഴേ ഹജ്ജാവുകയുള്ളൂ. അതുപോലെ തന്നെ എവിടെയെങ്കിലും അറബി നാട്ടിൽ സൗദിയിൽ പോയിട്ട് എവിടെയെങ്കിലും കറങ്ങി, അല്ലെങ്കിൽ മക്കത്തോ മദീനത്തോ ഒക്കെ കറങ്ങിയിട്ട് വന്നാൽ ഹജ്ജാകൂല, അറഫായിൽ തന്നെ പോകണം. അപ്പം നിശ്ചയിക്കപ്പെട്ട സമയത്ത്, നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത്, നിശ്ചയിക്കപ്പെട്ട കൃത്യമായ ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്നവർ അമലാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് ഒരു പ്രത്യേകത ഉള്ളത്. ആ സമയത്ത് നമ്മൾ ചെയ്യണം, അപ്പോഴേ നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ, അപ്പോഴേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഹജ്ജിൻ്റെ സമയവും അതാണ്. അതുകൊണ്ട് ഹജ്ജിൻ്റെ അമലിനെ കുറിച്ച് ആരും ഭയപ്പെടരുത്. രണ്ടാമത്തെ കാര്യം, ഹജ്ജിൽ ധാരാളം പുസ്തകങ്ങൾ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരും. ഹജ്ജിൻ്റെ ചിലപ്പോൾ ബാഗിൽ വെക്കാൻ പറ്റാത്ത, എടുത്താൽ പൊങ്ങാത്ത പുസ്തകങ്ങൾ, കുറേ 5-6 പേജ് നീളമുള്ള ദുആക്കൾ എഴുതിയ പുസ്തകങ്ങൾ വരും. അതിൽ ഓരോ സന്ദർഭത്തിലും, ഹജ്ജിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും, ഓരോ സ്ഥലത്തും, മിനായിൽ, അറഫായിൽ, മുസ്ദലിഫായിൽ, സഫായിൽ, മറുവായിൽ, സംസമിൻ്റെ അടുക്കൽ, മഖാമ ഇബ്രാഹിമിൽ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചൊല്ലേണ്ട ദീർഘമായ ദുആക്കൾ. അതുപോലെ തവാഫിൻ്റെ ഓരോ ചുറ്റിലും 7 പ്രാവശ്യം ചുറ്റുമ്പോൾ ഓരോ ചുറ്റിലും ഒന്നാമത്തെ ചുറ്റിൽ ഈ ദുആ പറയണം, രണ്ടാമത്തെ ചുറ്റിൽ ഈ ദുആ പറയണം എന്ന് പറഞ്ഞ പുസ്തകങ്ങളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് ദുആയുടെ പുസ്തകങ്ങൾ നമ്മൾ കാണും. ദുആയൊക്കെ നല്ലതാണ്, പക്ഷെ ഹജ്ജിൽ അങ്ങനത്തെ ഒരു ദുആയും ഫർളുമില്ല, വാജിബുമില്ല, സുന്നത്തുമില്ല. അപൂർവം ചില ദുആക്കളുടെ വചനങ്ങൾ മാത്രം മുസ്തഹബായി വന്നിട്ടുണ്ട്, അതേ ഉള്ളൂ ഹജ്ജിൽ. അതുകൊണ്ട് ഈ ദുആയെല്ലാം പഠിക്കാതെ ഞാൻ എങ്ങനെ ഹജ്ജിന് പോകുമെന്നോർത്ത് ഇപ്പോഴേ മുതൽ കിടന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആകെ പഠിക്കും ഹജ്ജിന് വേണ്ടി തൽബിയത്ത്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ബസ് ഇത്രയേ ഉള്ളൂ. ഈ തൽബിയത്ത് പഠിച്ചു വെക്കണം. അത് ഇഹ്റാം കെട്ടിയാൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം തവാഫിന് നമ്മൾ തുടങ്ങുന്നത് വരെ. അത്രയേ ഉള്ളൂ. ഹജ്ജിന് പോകുന്ന ആളുകൾ ചെയ്യുന്ന അമലുകൾ 3 ആണ്. ഒന്ന് ഉംറ, ഒന്ന് ഹജ്ജ്, ഒന്ന് സിയാറത്ത്. ഉംറ എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടി കഅബയിൽ 7 പ്രാവശ്യം തവാഫ് ചെയ്ത് സഫ മറുവായിൽ സഅയ് ചെയ്ത് മുടി മുറിക്കുമ്പോൾ തീരുന്നതേ ഉള്ളൂ ഉംറ. ഇത്രയേ ഉള്ളൂ. ഇഹ്റാം കെട്ടണം, ഇതെല്ലാവർക്കും അറിയാം. ഇഹ്റാം കെട്ടാൻ നിയ്യത്ത് വെക്കും. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിയ്യത്ത് വെക്കുന്നില്ലേ? ളുഹർ നിസ്കരിക്കാൻ പോകുമ്പോൾ ളുഹറിൻ്റെ ഫർള് നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്യും. ഇതുപോലെ നിയ്യത്ത് ചെയ്യുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ. അപ്പോൾ അതിന് വേണ്ട വേഷങ്ങൾ, നിസ്കാരത്തിനാണെങ്കിൽ വുളു ചെയ്യണം, വസ്ത്രം ശുദ്ധിയായിരിക്കണം, ശരീരം ശുദ്ധിയായിരിക്കണം, സ്ഥലം ശുദ്ധിയായിരിക്കണം. ഇതൊക്കെ നിബന്ധനയാണ്. ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായി ചെയ്യുന്നത് കൊണ്ടൊരു ഭയം തോന്നൂല, നമുക്ക് പേടി തോന്നൂല. ഹജ്ജിൻ്റെ സമയത്ത് പറയുമ്പോൾ ഹജ്ജിൻ്റെ സമയത്തും ഇത് തന്നെയാണ് പറയുന്നത്. കുളിക്കണം, വസ്ത്രമെല്ലാം ശുദ്ധിയാക്കണം, നല്ല ശുദ്ധിയായ വസ്ത്രമായിരിക്കണം, ശരീരം ശുദ്ധിയായിരിക്കണം, ശരീരത്തിലുള്ള എല്ലാ അഴുക്കുകളും മാറ്റണം, നല്ലപോലെ വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധമായ വസ്ത്രം. അത് നിസ്കാരത്തിനാണെങ്കിൽ കൂടുതൽ വസ്ത്രം വേണം, ഹജ്ജിന് അതും വേണ്ട, 2 വസ്ത്രം മതി. വളരെ എളുപ്പമാണ്. നിസ്കാരത്തിനാണെങ്കിൽ മുണ്ട് കൊടുക്കണം, ഷർട്ട് ഇടണം, ജുബ്ബ ഇടണം, തൊപ്പി വയ്ക്കണം, തലപ്പാ കെട്ടണം, ഇതൊക്കെ നല്ലതാണ്. ഹജ്ജിൽ ഇതൊന്നും വേണ്ട. ഒരു മുണ്ട് കൊടുത്ത് ഒരു മുണ്ടും പുതച്ചാൽ മതി. വളരെ ലളിതമാണ്. ഇത് 2 ഇട്ട് കഴിഞ്ഞാൽ ഇഹ്റാമിന് വേണ്ടി 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഹജ്ജ് നിർവഹിക്കാൻ അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി ഉംറ നിർവഹിക്കാൻ കരുതി എന്ന് മനസ്സിൽ കരുതിയ തൽബിയത്തും ചൊല്ലുമ്പോൾ ഇഹ്റാമായി. വേറെ ഇഹ്റാമിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇഹ്റാം എന്ന് കേൾക്കുമ്പോൾ പേടിക്കാനുമില്ല, ഇത്രയും ചെയ്താൽ മതി.
ഇഹ്റാം കെട്ടി പോകുന്ന ആളുകൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അതെപ്പോഴും ഉണ്ടല്ലോ. നോമ്പ് പിടിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം, നമസ്കാരത്തിന് കൈകെട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം. ഇതേപോലെ ഹജ്ജിൻ്റെ ഉംറയുടെ ഇഹ്റാമിലും കുറേ കാര്യങ്ങൾ സൂക്ഷിക്കണം. എന്താ കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ളത്? നമ്മൾ മുടി മുറിക്കരുത്, നഖം മുറിക്കരുത്, സുഗന്ധം പൂശരുത്, ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയമങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്ത് ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ പോയി ഇഹ്റാമോടുകൂടി കാബയിൽ തവാഫ് ചെയ്യണം 7 പ്രാവശ്യം. 7 പ്രാവശ്യം നമ്മളുടെ ഇടത്തെ തോള് കാബയുടെ നേരെ ആക്കിയിട്ട് മുമ്പോട്ട് നടക്കണം. അവിടെ പോയാൽ ആരും തിരിഞ്ഞു നടക്കാൻ പറ്റില്ല, മുമ്പോട്ട് തന്നെ നടക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും തവാഫ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ഇപ്പുറത്തേക്ക് തിരിച്ച് നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ തവാഫ് തിരിഞ്ഞായി പോകുമോ, എൻ്റെ തവാഫ് വേറെ എങ്ങോട്ടെങ്കിലും ആയി പോകുമോ, ഇങ്ങനെയൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. രണ്ടാമത് കാബയുടെ ചുറ്റും അല്ലാതെയായി പോകും. അല്ലാതെ തവാഫ് ഇവിടെ ഉണ്ടാവുകയില്ല, ആർക്കും ചെയ്യാൻ സാധ്യമല്ല. കാരണം ഒരുമിച്ച് കൂടി ആളുകളെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നടക്കാൻ പറ്റൂ? സാധിക്കില്ല. അതുകൊണ്ട് തവാഫിൽ തെറ്റൊന്നും വരില്ല. അങ്ങനെ 7 പ്രാവശ്യം ചുറ്റുക. ഇപ്പം തവാഫായി. തവാഫ് കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിച്ച് നേരെ സഫായിൽ പോയി സഫായിൽ നിന്ന് മറുവായിലേക്ക് നടക്കുക. നേരെ കിടക്കുന്ന വഴി കൂടെ നടന്ന ആർക്കും തെറ്റാനൊന്നുമില്ല. അവിടെ വഴി 56 വഴിയൊന്നുമില്ല പല സ്ഥലത്തേക്കും. കാബയുടെ വാതിലിൽ കൂടി ഒന്നും കയറി പോകണ്ട, ഒറ്റ ലൈനാണ്. ആ ലൈനിൽ കൂടെ സഫായിൽ നിന്ന് മുമ്പോട്ട് നടക്കുന്നവർ വൺ വേയും കൂടെ, അതുകൊണ്ട് പിന്നെ തിരിഞ്ഞും പോകില്ല. അങ്ങോട്ട് പോകുന്നവർ ഒരു വഴിക്ക്, തിരിച്ചു വരുന്നത് വേറെ വഴിക്ക്, വൺ വേ ആണ് അവിടെ. അതുകൊണ്ട് തെറ്റുന്ന പ്രശ്നമേ ഇല്ല. സഫായിൽ നിന്ന് മറുവ വരെ നടന്നു 1, മറുവായിൽ നിന്ന് തിരിച്ച് സഫായിലേക്ക് വരുമ്പോൾ സഫായിലെത്തുമ്പോൾ 2 ആയി. പിന്നെ തിരിച്ച് വീണ്ടും സഫായിൽ നിന്ന് മറുവായിലേക്ക്, മറുവായിൽ നിന്ന് സഫായിലേക്ക്, ഇങ്ങനെ 7ാമത്തെ പ്രാവശ്യം മറുവായിലെത്തുമ്പോൾ സഅയ് തീർന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി മുടി വെട്ടിക്കഴിഞ്ഞാൽ ഉംറ തീർന്നു. ഇത്രയേ ഉള്ളൂ ഉംറ, വേറെ ഒന്നുമില്ല. അതുപോലെ ഹജ്ജ് എന്ന് പറയുന്നത് 5 ദിവസത്തെ അമലാണ്. ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളില്ല 5 ദിവസത്തെ അമലാണ്. 8ൻ്റെ അന്ന് ഒന്നും ചെയ്യാനില്ല. മക്കയിൽ നിന്ന് ഇഹ്റാം കെട്ടി, ഹറമിൽ നിന്ന് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇഹ്റാം കെട്ടി നേരെ മിനായിലേക്ക് പോവുക. മിനായിൽ പോയി അവിടെ പോയി താമസിക്കുക. നമുക്കവിടെ നിശ്ചയിക്കപ്പെട്ട ടെൻ്റുണ്ട്, അവിടെ നമ്മളെ കൊണ്ടുപോയി വിടും. നമ്മൾ വേറെ ഒന്നും അന്വേഷിച്ച് തിരക്കി പിടിച്ച് നടക്കുകയൊന്നും വേണ്ട. നമ്മളെ കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകാർ ആരാണെങ്കിലും, ഗവൺമെൻറ്റിൽ പോകുന്നവരാണെങ്കിൽ അവർക്കും അവിടെ അതിനുള്ള സംവിധാനമുണ്ട്. വാഹനത്തിൽ കൊണ്ടുപോയി ഏത് ടെൻ്റാണ് അവിടെ കൊണ്ടുപോയി വിടും. അവിടെ കൊണ്ടേ നിൽക്കുക, താമസിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ജോലിയുള്ളൂ, വേറെ ഒന്നുമില്ല. 8ൻ്റെ അന്ന് അവിടെ പോയി നിന്നാൽ, രാവിലെ പോകുന്നു, രാവിലെ അവിടെ പോയി നിന്നാൽ അവിടെ നിന്ന് ളുഹറും അസ്റും ഒക്കെ ഒന്നിലെ അവിടെ മസ്ജിദുൽ ഖൈഫ് ഉണ്ട്, അവിടെ പോയി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുക, ഇല്ലെങ്കിൽ അവരവർ താമസിക്കുന്ന ടെൻറ്റുകളിൽ തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കുക. ആ നമസ്കാരം സാധാരണ ഉള്ള 5 നിസ്കാരമേ ഉള്ളൂ. മിനായിൽ വേറെ കൂടുതൽ നിസ്കാരമൊന്നുമില്ല. 8ൻ്റെ അന്ന് നമസ്കരിച്ചു, അവിടെ തന്നെ കഴിഞ്ഞുകൂടി, ആഹാരം കഴിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടി, വേറെ ഒരു ജോലിയുമില്ല. 8ൻ്റെ അന്ന് മിനായിൽ പോയാൽ മതി. പോയിട്ട് 9ൻ്റെ അന്ന് രാവിലെ അവിടെ നിന്ന് അറഫായിലേക്ക് കൊണ്ടുപോകും. അറഫായിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാവിലെ അറഫായിലേക്ക് പോവുക. ഉച്ചയ്ക്ക് മുമ്പായിട്ട് അറഫായുടെ അടുക്കലെത്തി ളുഹർ നമസ്കരിക്കുക. ളുഹർ നമസ്കാരത്തിന് ശേഷം അറഫായുടെ അതിർത്തിക്കുള്ളിൽ വരുന്ന സ്ഥലത്ത്, വിശാലമായ സ്ഥലമാണ്, മൈലുകളോളം പരന്നു കിടക്കുന്ന സ്ഥലമാണ് അറഫ. ആ അറഫായിൽ എവിടെയെങ്കിലും നിന്നാൽ മതി, ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറഫായ്ക്കുള്ളിലായിരിക്കണം. എവിടെയെങ്കിലും ളുഹറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫായിൽ നിൽക്കുക എന്ന് വിചാരിക്കുമ്പോൾ ആരും വിചാരിക്കരുത് പടച്ചവനെ എനിക്ക് നിൽക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ പോലും നിൽക്കാൻ പറ്റില്ല, 4 കിലോമീറ്ററുടെ ബസ്സിൽ കയറി നിന്ന് യാത്ര ചെയ്യാനും പറ്റില്ല, ഞാൻ എങ്ങനെ ഈ ഉച്ച മുതൽ മഗ്‌രിബ് വരെ നിൽക്കുമെന്ന്. അറഫായിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അറഫായിൽ കഴിഞ്ഞുകൂടുക എന്നാണ് അർത്ഥം. ഒരാൾ പോയി അറഫായിൽ പോയിട്ട് അവിടെ അങ്ങ് കിടന്നു, മഗ്‌രിബായപ്പം പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്നു, മതി. അറഫായിൽ കഴിഞ്ഞുകൂടിയാൽ മതി. നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ നടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ അറഫായിൽ പ്രത്യേകിച്ച് ചെയ്യാൻ ഒരമലുമില്ല. നിസ്കാരം വരെ അല്ലാഹു തആല എളുപ്പമാക്കി തന്നിരിക്കുകയാണ് യാത്രക്കാരായ ആളുകൾക്ക്, ഹാജിമാർക്ക്. ളുഹറിൻ്റെ കൂട്ടത്തിൽ 2 റക്അത്തും കൂടെ ചേർത്ത് അസറും കൂടെ അങ്ങ് നേരത്തെ നിസ്കരിച്ചാൽ പിന്നെ മഗ്‌രിബും ഇശായും മുസ്ദലിഫയിൽ തിരിച്ച് വന്നിട്ട് നിസ്കരിച്ചാൽ മതി. വേറെ അവിടെ നിസ്കരിക്കാൻ പോലും മെനക്കെടണ്ട, അതിന് പോലും സമയം കളയണ്ട, അവിടെ അങ്ങ് കഴിഞ്ഞുകൂടിയാൽ മതി. പിന്നെ അവരവരുടെ മനസ്സിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ദുആ ചെയ്തോളണം. ചോദിച്ച് മേടിക്കേണ്ട സ്ഥലമാണ് അറഫ. നമുക്ക് ആവശ്യമുള്ള എന്താണോ ചോദിച്ചോളണം, വാങ്ങിച്ചോളണം, അത് അവരവരുടെ കാര്യമാണ്. അല്ലാതെ ഇന്നത് ചോദിക്കണം ഇന്നത് പറയണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, ആർക്കെല്ലാം വേണ്ടി എന്തെല്ലാം ചോദിക്കണമോ അത് മുഴുവനും. പിന്നെ അവിടെ നിന്നാരും ബദ്ദുആ ചെയ്ത് കളയരുത് കേട്ടോ. പടച്ചവനെ, ഞാൻ എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് വഴക്കില്ല, അവനെ നീ എങ്ങനെയെങ്കിലും നശിപ്പിക്കണേ പടച്ചവനെ. എൻ്റെ അടുത്ത് വേറൊരുത്തം വന്ന് കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ കച്ചവടം അതുകൊണ്ട് ക്ഷയിച്ചു, അവൻ്റെ കച്ചവടം നീ പൊളിക്കണേ പടച്ചവനെ. ഒന്ന് അവിടെ വെച്ച് ദുആ ചെയ്ത് കളയരുത്.
അവിടെ ഖൈറിൻ്റെ ദുആ മാത്രമേ ചെയ്യാവുള്ളൂ. നല്ലത് എല്ലാവർക്കും ഗുണം കിട്ടാൻ വേണ്ടി, മുഴുവൻ ഉമ്മത്തിനും, മുഴുവൻ മനുഷ്യർക്കും, അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികൾക്കും ഗുണം കിട്ടാൻ വേണ്ടി എന്തെല്ലാം നന്മ ചോദിക്കാമോ, ഖൈറ് ചോദിക്കാമോ അള്ളാഹുവിനോട് മുഴുവൻ ചോദിച്ചോളി. അതിനുള്ള സമയമാണ് ഈ സമയം. മുഴുവനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള സമയമാണ്. എന്തും ചോദിച്ചു വാങ്ങിക്കാം അള്ളാഹുവിനോട്. ഒരു മടിയും വേണ്ട, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാവുന്ന സമയമാണ്. അത്രയും സമയം അവിടെ കഴിച്ചു കൂട്ടിയാൽ മതി. 9-ൻ്റെ അന്ന് മഗ്‌രിബായാൽ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ മുസ്ദലിഫയിലേക്ക് വന്നേക്കണം. നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നോളും. ഇനി നടന്നു വരാൻ പറ്റുന്നവർ നടന്നു വന്നോളി. മുസ്ദലിഫയിൽ എവിടെയെങ്കിലും വന്ന്, അതും വിശാലമായ മൈതാനമാണ്. അവിടെ വന്നെത്തിയതിന് ശേഷം മഗ്‌രിബും ഇശായും നമസ്കരിക്കുക. എന്നിട്ട് അവിടെ തന്നെ അല്പനേരം വിശ്രമിക്കുക, കിടന്നുറങ്ങുക. ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം, ഓതണമെങ്കിൽ ഓതാം, എന്തും ചെയ്യാം. 10-ൻ്റെ അന്ന് രാവിലെ സുബ്ഹി ബാങ്ക് കൊടുത്ത ഉടനെ നമസ്കരിച്ചിട്ട് മിനായിലേക്ക് വരിക. അവിടെ നിന്ന് എറിയാനുള്ള കല്ലും പെറുക്കി വന്ന് മിനായിൽ വന്ന് ആദ്യത്തെ ദിവസം 10-ൻ്റെ അന്ന് നേരെ ജംറത്തുൽ അഖബയിൽ പോയി. ഒറ്റ ജംറായി. 3 ജംറ ഉള്ളതിൽ 3, ഒന്നാമത്തതും രണ്ടാമത്തതും എറിയണ്ട. 3-ാമത്തെ ജംറയിൽ മാത്രം 7 കല്ലുകൾ എറിയുക. ഭയങ്കരമായ മുഴുത്ത കല്ലൊന്നും കൊണ്ടുവന്ന് എറിഞ്ഞ് ജംറ പൊട്ടിക്കുകയൊന്നും വേണ്ട. ജംറയിൽ എറിയാൻ വേണ്ടി സ്ഥലം കിട്ടുമോ പടച്ചവനെന്ന് പേടിക്കണ്ട. വിശാലമായിട്ടിങ്ങനെ എത്രയോ മീറ്ററുകളോളം, ഏകദേശം 1 കിലോമീറ്ററോളം വീതിയിലാണ് മിനായിൽ ജംറയുടെ അടയാളം ആ തൂണ് കെട്ടി വച്ചിരിക്കുന്നത്. അതിൽ എവിടെയെങ്കിലും നിന്ന് അതിലേക്ക് ഇങ്ങനെ കല്ലെടുത്ത് ഇട്ടുകൊടുത്താൽ മതി. എറിഞ്ഞ് തെറിപ്പിക്കുകയും വേണ്ട, ഇട്ടുകൊടുത്താൽ മതി അതിൻ്റെ ചവിട്ടി വീഴാൻ പാകത്തിന്. ഇത്രയേ ഉള്ളൂ. 7 കല്ലുകൾ എറിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്ന് പോയി അറുത്തു കൊടുക്കുക. അറുത്തു കൊടുക്കാൻ ഇപ്പോൾ എളുപ്പമുണ്ട്. എല്ലാം ബാങ്കിലങ്ങ് ഏൽപ്പിച്ചാൽ മതി. ഏൽപ്പിച്ചാൽ അവർ ആ സമയത്ത് അറുത്തോളും. നമ്മൾ പിന്നെ അറക്കാൻ പോകണ്ട. ഇനി സ്വയം അറക്കണമെന്നുള്ളവർക്ക് പോയി അറുത്തു കൊടുക്കാം. അറുത്തു കൊടുത്ത് വന്ന് മുടി കളയുക. അപ്പോൾ ഇഹ്റാമിൽ നിന്ന് നമ്മൾ ഒഴിവായി. ഇഹ്റാമിൻ്റെ ജോലി തീർന്നു. പിന്നെ ഇഹ്റാമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. ഭാര്യാഭർത്തൃ ബന്ധം മാത്രം കുറച്ച് സമയത്തേക്കും കൂടെ ഒഴിവാക്കണമെന്നേ ഉള്ളൂ. ഈ അറുത്തു കൊടുത്ത് മുടി കളഞ്ഞിട്ട് പിന്നെ നേരെ കഅബയിൽ വന്ന് ഹജ്ജിൻ്റെ തവാഫ് ചെയ്യണം, ഹജ്ജിൻ്റെ സഅയും ചെയ്യണം. നേരത്തെ പറഞ്ഞ തവാഫും സഅയും തന്നെ ഇവിടെ ഉള്ളത്. ഹജ്ജിൻ്റെ തവാഫിന് വേറെ പ്രത്യേക നിയമമൊന്നുമില്ല. ഉംറയ്ക്ക് ചെയ്യുന്ന തവാഫും സഅയും തന്നെ ഹജ്ജിനും ഉള്ളത്. ഹജ്ജിൻ്റെ തവാഫിന് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. കാരണം ഉംറയുടെ തവാഫ് നമ്മൾ ഇഹ്റാമോട് കൂടിയാണ് ചെയ്യുന്നത്. ഹജ്ജിൻ്റെ തവാഫ് ഇഹ്റാം ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് ചെയ്യാം. സാധാരണ വസ്ത്രം ധരിച്ച് തന്നെ ചെയ്യാം. ഇഹ്റാമിൻ്റെ വസ്ത്രവും ആവശ്യമില്ല ഹജ്ജിൻ്റെ തവാഫിന്. ഹജ്ജിൻ്റെ തവാഫും സഅയും ചെയ്തു തിരിച്ച് മിനായിലേക്ക് പോയി സ്വസ്ഥമായിട്ട് ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോളി. പിന്നെ 11, 12, 13 3 ദിവസം മിനായിൽ താമസിക്കണം. ഒരു പ്രത്യേക ജോലിയുമില്ല. ദിവസവും ഉച്ചയ്ക്ക് ശേഷം മിനായിൽ പോയി 3 ജംറയിലും 7 കല്ലുകൾ വീതം തലേ ദിവസം എറിഞ്ഞതുപോലെ എറിയണം. 12-ന് എറിഞ്ഞിട്ട് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പേ മിനായിൽ നിന്ന് പോയിക്കൊള്ളണം. ഇല്ല, 13-നും കൂടെ അവിടെ നിന്ന് എറിഞ്ഞിട്ട് വരുന്നത് നല്ലതാണ്. അങ്ങനെ നിന്ന് 13-ൻ്റെ അന്നും ഇതേപോലെ തന്നെ എറിഞ്ഞിട്ട് മക്കയിലേക്ക് വരണം. തീർന്നു. ഇത്രയേ ഉള്ളൂ ഹജ്ജ്. ഈ 5 ദിവസത്തെ ജോലിയേ ഉള്ളൂ. ഇതാണ് ഹജ്ജ് എളുപ്പം. അതുകൊണ്ട് ആരും പേടിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദുആയും വിട്ടുപോയല്ലോ, അത് ചെയ്യാൻ മറന്നുപോയല്ലോ എന്നൊന്നും ആരും പരിഭവിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ദുആയും ഒരു സ്ഥലത്തും വിട്ടുപോകാൻ ചെയ്യേണ്ട ഒരു നിർബന്ധമായ ദുആയുമില്ല. പറയപ്പെട്ടിരിക്കുന്ന എല്ലാ ദുആക്കളും മുസ്തഹബായ ദുആക്കളാണ്. പഠിച്ചു പറയുന്നത് നല്ലത്. ഇനി ദുആ ചെയ്യാൻ നമുക്ക് അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ഭാഷയിൽ മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. നമസ്കാരത്തിൽ പോലെ സൂറത്തും ഫാത്തിഹയും ഒന്നും അറബിയിൽ തന്നെ ഓതണമെന്ന് നിർബന്ധമുള്ളതുപോലെ ഹജ്ജിൻ്റെ സമയത്ത് ദുആ ചെയ്യൽ അറബിയിൽ തന്നെ ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം അള്ളാഹുവിൻ്റെ അടുക്കൽ തുറന്നു പറഞ്ഞ് ദുആ ചെയ്താൽ മതി, നമുക്കറിയാവുന്ന ഭാഷ. ഇത്ര ലളിതമാണ് ഹജ്ജ്. അതുകൊണ്ട് ഹജ്ജിൻ്റെ അമലുകളെക്കുറിച്ച് ആരും പേടിക്കണ്ട. അത് കഴിഞ്ഞ് പിന്നെ മദീനായിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളയിൽ തങ്ങളോട് സലാം പറയുക. സാഹിബിൻ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാക്ക് സലാം പറയുക. മസ്ജിദുൻ നബവിയിലുള്ള റൗളത്തുൽ ജന്നായിൽ നമസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ കയറി നമസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. മദീനായിലെ ജമാഅത്ത് നമസ്കാരം മസ്ജിദുൻ നബവിയിലെ സാധാരണ നിലയിൽ നമുക്ക് കിട്ടാത്ത ഒരു കാര്യമായതുകൊണ്ട് ഹജ്ജിൻ്റെ സമയത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സിയാറത്തും തീർന്നു. പിന്നെ മദീനായിൽ ധാരാളം സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട, കാരണം തങ്ങൾ ജീവിച്ചത് അവിടെയാണല്ലോ, തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ആസാറുകൾ, തങ്ങളുടെ ധാരാളം സ്മരണകൾ നിലനിർത്തുന്ന സ്ഥലങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം പോയി സന്ദർശിക്കേണ്ടതാണ്. അതെല്ലാം പോയി സൗകര്യം പോലെ സന്ദർശിക്കുക. അതിലെല്ലാം കൊണ്ടുപോകാൻ ആളുകളുണ്ടോ? കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കിടന്ന് റൂമിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ പോലും വിടൂല്ല. അവർ പിടിച്ചു കൊണ്ടുപോകും. കൊണ്ടുപോയി നമ്മുടെ സിയാറത്ത് ചെയ്യിപ്പിച്ചോളും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എവിടെയാണ് നമ്മൾ പോകുന്നത്, ഇതേതാണ് ഈ സ്ഥലം, ആരോടും ചോദിക്കേണ്ട. അവരുടെ കൂട്ടത്തിൽ ഗൈഡ് കാണും, അവർ പറഞ്ഞു തരും.
പറഞ്ഞു തന്ന് നമ്മൾക്കതെല്ലാം മനസ്സിലാക്കി തന്നോളും, അത് കേട്ട് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ആദ്യമേ തന്നെ ഹജ്ജിൻ്റെ പേടി അങ്ങ് മാറ്റിവെക്കുക. വളരെ ലളിതമായ എളുപ്പമായ അമലാണ് അല്ലാഹു തആല വച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം, ഒരു റക്അത്ത് പോലും ഹജ്ജിൻ്റെ പേരിൽ കൂടുതൽ നിസ്കരിക്കേണ്ട ആരും, ഒരു നോമ്പ് പിടിക്കാനുമില്ല, എവിടെയും ഒന്നും സക്കാത്തോ സദക്കായോ ഒന്നും കൊടുക്കാനുമില്ല. അതൊക്കെ അവനവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. ഖൈറായ കാര്യങ്ങൾ എത്ര കൂടുതൽ ചെയ്യുന്നോ അത്ര കൂടുതൽ ഹജ്ജിന് മേന്മയുണ്ടാകാനും ഗുണമുണ്ടാകാനും കാരണമാകും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എത്ര ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യുക. ആരുമായിട്ടും തർക്കിക്കുകയോ വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും വാക്കുവാദം നടത്തുകയോ ഒന്നും ചെയ്യാതെ സൂക്ഷിച്ച് ഈ കാര്യങ്ങൾ സമയത്ത് കൃത്യമായ നിലയിൽ ചെയ്യേണ്ട സ്ഥലത്ത് വെച്ച് ചെയ്യുക. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട രീതിയിൽ മാത്രം ഈ കാര്യങ്ങൾ ചെയ്താൽ അവൻ്റെ ഹജ്ജ് പൂർത്തിയായി. ഇതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹാജിമാർക്കും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ ഹാജിമാർക്കും സഹിഹായ നിലയിൽ ആഫിയത്തോടുകൂടി സിഹത്തോടുകൂടി ഹജ്ജിൻ്റെ അമലുകൾ പൂർത്തിയാക്കാനും ഈ വർഷത്തെ ഹജ്ജിനെ അല്ലാഹു തആല കാരണമായി കബൂലാക്കി ലോകം മുഴുവൻ ഹിദായത്തിൻ്റെ പ്രകാശം പരത്താനും ലോകം മുഴുവൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും അല്ലാഹു തആല കാരണമായി കബൂലാക്കുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം, ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ മക്കയിൽ കഅബയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് പോകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഉറച്ച ചലനം പോലും ഉണ്ടാകാത്ത നല്ല ഉറച്ച ഈമാൻ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം വരാൻ. മക്കയിൽ നിന്ന് മദീനായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കലാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യ സുന്നത്തിനെ തൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരണം. മദീനായിൽ നിന്ന് മക്കത്തുനിന്ന് സംസം വെള്ളവും മദീനായിൽ നിന്ന് ഈത്തപ്പഴവും വാങ്ങിച്ചുകൊണ്ട് വരികയല്ല ചെയ്തത്. ഇത് രണ്ടും കൊണ്ടുവന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഒന്നും സംഭവിക്കാനില്ല. നമ്മുടെ ഹജ്ജിനൊരു കോട്ടവും വരികയില്ല, സംസമും ഈത്തപ്പഴവും കൊണ്ടുവന്നില്ല എന്ന് വിചാരിച്ച്. പക്ഷേ മക്കയിൽ ഹജ്ജിന് പോയിട്ട് നമ്മുടെ ഈമാൻ ബലപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മദീനായിൽ റൗളയിൽ പോയി വന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യ നമ്മളുടെ ജീവിതചര്യയായി മാറ്റാനുള്ള താല്പര്യം നമുക്കുണ്ടായില്ല. ഇത് രണ്ടും നമുക്ക് കിട്ടാതെയാണ് വന്നതെങ്കിൽ നമ്മുടെ ഹജ്ജ് ഫലപ്പെടാതെയായി പോകും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചോളണം. തിരിച്ചു വന്നു കഴിഞ്ഞൊരു ഹാജിയായിട്ട് ജീവിക്കണം. ഹാജി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ എൻ്റെതായി വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ അൽ ഹുജ്ജാജു വൽ ഉമാർ അൽ ഹാജു വൽ മുഅ്തമിറു വഫ്ദുല്ലാ. അള്ളാഹുവിലേക്ക് വന്ന നിവേദക സംഘമാണ്. അതുകൊണ്ട് നീ എൻ്റെ ആളാണ്, ഇനി എൻ്റെ ആളായിട്ട് ജീവിക്കണം. നിൻ്റെ ഹജ്ജും ഉംറയും പൂർത്തിയാകണമെങ്കിൽ ലില്ല, നീ അള്ളാഹ്ക്ക് വേണ്ടിയാകണം. നിൻ്റെ ജീവിതം ഇനി അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കണം. നീ അള്ളാഹുവിൻ്റെതാകണം. അള്ളാഹുവിൻ്റെതായിട്ട് നീ ജീവിച്ചാൽ നിൻ്റെ ഹജ്ജും ഉംറയും മഖ്ബൂലായി. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മബ്റൂറായ സ്വീകരിക്കപ്പെട്ട ഗുണം നിറഞ്ഞ ഹജ്ജ് ആരെങ്കിലും ചെയ്താൽ അവൻ്റെ പ്രതിഫലം സ്വർഗം തന്നെയാണ്. വേറെ ഒന്നും അവനക്ക് ഞാൻ കൊടുത്ത് മതിയാക്കുകയില്ല, സ്വർഗം തന്നെ കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് പറയുന്നു, വാദ ചെയ്യുന്നു. അങ്ങനത്തെ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തആല എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ എല്ലാവരും ഈ സാധുക്കളായ ഞങ്ങൾക്കൊക്കെ വേണ്ടി ആഫിയത്തിനും സിഹത്തിനും സലാമത്തിനും അതുപോലെ നമ്മുടെ നാടുകളിലുള്ള ഇങ്ങനത്തെ ദീനിൻ്റെ സ്ഥാപനങ്ങളെല്ലാം വളർന്ന് ഉയർന്ന് പടർന്ന് പന്തലിച്ച് അതിൻ്റെ പ്രകാശം എല്ലാ സ്ഥലത്തും പരത്തുന്നതായി നിലനിൽക്കാൻ ഖിയാമത്ത് നാൾ വരെ ഒരു തരത്തിലുള്ള കുഴപ്പവും കേടും ഇല്ലാതെ ഫിത്ന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെട്ട് നിലനിൽക്കാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുകയും ചെയ്യുന്ന അവിടെ വെച്ച് അറഫായിൽ വെച്ചും മിനായിൽ വെച്ചും ദുആ സ്വീകരിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിനെ ഉംറയെ ആഗ്രഹിച്ച് കഴിയുന്ന സാധിക്കാതിരുന്ന എല്ലാവർക്കും ഏറ്റവും വേഗത്തിൽ ആ പരിശുദ്ധമായ സ്ഥലങ്ങളിലെത്തി ഈ അമലുകൾ നിർവഹിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.